ഓക്കെ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ വേരിയസ് ടെക്നിക്സ് ഓഫ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് അതിൽ ഏറ്റവും ആദ്യത്തെ ടെക്നിക്കായിട്ടുള്ള ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന ടെക്നിക്കിനെ കുറിച്ചാണ് പറയുന്നത്, അഥവാ EOQ. ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് EOQ എന്ന് നോക്കാം. While purchasing the materials, an important question arises as to what quantity should be purchased or ordered. The quantity of materials that is ordered should be neither large nor too less. If it is too large, holding cost of inventory will be larger. If it is less, ordering cost will be larger. So the size of the order must be economic. This means only an optimum or most favorable economic quantity should be purchased at a time. This quantity is called EOQ. അതായത് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ക്വാണ്ടിറ്റി ഷുഡ് ബി പർച്ചേസ്ഡ് ഓർ ഓർഡർ. എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ ഓർഡർ ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻ ഏറ്റവും ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റർ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം അറൈസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ക്വാണ്ടിറ്റി ഷുഡ് ബി പർച്ചേസ്ഡ് ഓർ ഓർഡേഡ്. എത്രമാത്രം ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഓർഡർ ചെയ്യേണ്ടി വരും എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ദാറ്റ് ഈസ് ഓർഡേഡ് ഷുഡ് ബി നെയ്തർ ലാർജ് നോർ ടു ലെസ്. ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് എന്നുള്ളത് ലാർജ് ആകാനും പാടില്ല, അതുപോലെ തന്നെ നോർ ടു ലാർജ് ആൻഡ് നോർ ടു ലെസ്. കൂടുതൽ ലാർജ് ആകാനും പാടില്ല, കൂടുതൽ ലെസ് ആകാനും പാടില്ല. ഇഫ് ഇറ്റ് ഈസ് ടു ലാർജ്, അത് കൂടുതൽ ലാർജ് ആയിക്കഴിഞ്ഞാൽ ഹോൾഡിംഗ് കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി വിൽ ബി ലാർജർ. ഇൻവെൻ്ററിയുടെ ഹോൾഡിംഗ് കോസ്റ്റ് എന്തായി മാറും? ലാർജറായിട്ട് മാറും, അല്ലെങ്കിൽ ഇൻവെൻ്ററി കൈവശം വയ്ക്കാനുള്ള കോസ്റ്റ് ലാർജറായിട്ട് മാറും. ഇഫ് ഇറ്റ് ഈസ് ലെസ്, അത് ലെസ് ആണെങ്കിൽ ഓർഡറിംഗ് കോസ്റ്റ് വിൽ ബി ലാർജർ. അത് ലെസ് ആണെന്നുണ്ടെങ്കിൽ ഓർഡറിംഗ് കോസ്റ്റ് എന്തായി മാറും? ലാർജറായിട്ടും മാറും. സോ ദ സൈസ് ഓഫ് ദ ഓർഡർ മസ്റ്റ് ബി എക്കണോമിക്. ഓർഡറിൻ്റെ സൈസ് എന്നുള്ളത് എപ്പോഴും എന്തായിരിക്കണം? എക്കണോമിക് ആയിരിക്കണം. ദിസ് മീൻസ് ഓൺലി എൻ ഒപ്റ്റിമം ഓർ മോസ്റ്റ് ഫേവറബിൾ എക്കണോമിക് ക്വാണ്ടിറ്റി ഷുഡ് ബി പർച്ചേസ്ഡ് അറ്റ് എ ടൈം. അറ്റ് എ ടൈമിൽ മോസ്റ്റ് ഫേവറബിൾ ആയിട്ടുള്ള എക്കണോമിക് ക്വാണ്ടിറ്റി മാത്രമേ, അല്ലെങ്കിൽ ഒപ്റ്റിമം ക്വാണ്ടിറ്റി മാത്രമേ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് റൂള്. ഓൺലി എൻ ഒപ്റ്റിമം ഓർ മോസ്റ്റ് ഫേവറബിൾ എക്കണോമിക് ക്വാണ്ടിറ്റി. മോസ്റ്റ് ഫേവറബിൾ ആയിട്ടുള്ള എക്കണോമിക് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒപ്റ്റിമം ക്വാണ്ടിറ്റി മാത്രമേ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ റോ മെറ്റീരിയൽസ്. ദിസ് ക്വാണ്ടിറ്റി ഈസ് കാൾഡ് EOQ. ഇതിനെയാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതായത് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വാട്ട് ക്വാണ്ടിറ്റി ഷുഡ് ബി പർച്ചേസ്ഡ് ഓർ ഓർഡേഡ്. എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ ഓർഡർ ചെയ്യണം എന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുന്നതോ പർച്ചേസ് ചെയ്യുന്നതോ ലാർജ് ആകാനോ കൂടുതൽ ലെസ് ആകാനോ പാടില്ല. ഇഫ് ഇറ്റ് ഈസ് ടു ലാർജ്, അത് ടു ലാർജ് ആണെങ്കിൽ ഹോൾഡിംഗ് കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി വിൽ ബി ലാർജർ. ഇൻവെൻ്ററിയുടെ ഹോൾഡിംഗ് കോസ്റ്റ് എന്തായിട്ട് മാറും? ലാർജറായിട്ട് മാറും. ഇഫ് ഇറ്റ് ഈസ് ലെസ്, അത് ലെസ് ആണെങ്കിൽ ഓർഡറിംഗ് കോസ്റ്റ് വിൽ ബി ലാർജർ. ഓർഡറിംഗ് കോസ്റ്റ് എന്തായി മാറും? ലാർജറായിട്ട് മാറും. സോ ദ സൈസ് ഓഫ് ദ ഓർഡർ മസ്റ്റ് ബി എക്കണോമിക്. ഓർഡറിൻ്റെ സൈസ് എന്നുള്ളത് നിർബന്ധമായിട്ട് എന്തായിരിക്കണം? എക്കണോമിക് ആയിരിക്കണം. ദിസ് മീൻസ് ഓൺലി എൻ ഒപ്റ്റിമം ഓർ മോസ്റ്റ് ഫേവറബിൾ എക്കണോമിക് ക്വാണ്ടിറ്റി ഷുഡ് ബി പർച്ചേസ്ഡ് അറ്റ് എ ടൈം. അറ്റ് എ ടൈമിൽ മോസ്റ്റ് ഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒപ്റ്റിമം ക്വാണ്ടിറ്റി മാത്രമേ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഈ ക്വാണ്ടിറ്റിയെ നമ്മൾ EOQ അല്ലെങ്കിൽ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ EOQ ഈസ് ദ ഓർഡറിംഗ് ക്വാണ്ടിറ്റി വിച്ച് മിനിമൈസസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി. ഇൻവെൻ്ററിയുടെ ടോട്ടൽ കോസ്റ്റിനെ മിനിമൈസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയെ നമ്മൾ EOQ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി കംപ്രൈസസ് ഓർഡറിംഗ് കോസ്റ്റ് ആൻഡ് ക്യാരിയിങ് കോസ്റ്റ്. ഇൻവെൻ്ററിയുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഓർഡറിംഗ് കോസ്റ്റുകളും വരും, ക്യാരിയിങ് കോസ്റ്റും വരും. ഓർഡറിംഗ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ആർ റിലേറ്റിംഗ് ടു പർച്ചേസിംഗ് ആൻഡ് പ്ലേസിംഗ് എൻ ഓർഡർ. ഒരു ഓർഡർ പ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാനോ വേണ്ടി വരുന്ന കോസ്റ്റിനെ നമ്മൾ ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് ബയ്യിങ് കോസ്റ്റ് എന്നും പറയാം. അപ്പോൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഓർഡറിംഗ് ക്വാണ്ടിറ്റി വിച്ച് മിനിമൈസസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി. ഇൻവെൻ്ററിയുടെ ടോട്ടൽ കോസ്റ്റിനെ മിനിമൈസ് ചെയ്യുന്ന ഓർഡറിംഗ് ക്വാണ്ടിറ്റിയാണ് നമ്മൾ EOQ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററിയിൽ പ്രധാനമായിട്ടും ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും വരും. ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോസ്റ്റ് വിച്ച് ആർ റിലേറ്റിംഗ് ടു പർച്ചേസിംഗ് ആൻഡ് പ്ലേസിംഗ് എൻ ഓർഡർ. ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നതിനോ പർച്ചേസ് ചെയ്യുന്നതിനോ ബന്ധപ്പെട്ടുള്ള കോസ്റ്റിനെ നമ്മൾ ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറയാം. അതിന് നമുക്ക് എന്തും പറയാം? ബയ്യിങ് കോസ്റ്റ് എന്നും പറയാം.
ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആർ ദ കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ഓർ ക്യാരിയിങ് ഇൻവെൻ്ററീസ്. ഇൻവെൻ്ററി ക്യാരി ചെയ്യാനോ കൈവശം വയ്ക്കാനോ വേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും റെൻറ്റ് ആൻഡ് ഇൻഷുറൻസ് ഓഫ് സ്റ്റോഴ്സ്, റെൻറ്റ് വരുന്നുണ്ട്, ഇൻഷുറൻസ് ഓഫ് സ്റ്റോഴ്സ് വരുന്നുണ്ട്, ക്ലറിക്കൽ കോസ്റ്റുകൾ വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ലോക്ക്ഡ് അപ്പ് ഇൻ സ്റ്റോർ, സ്റ്റോർസ് സ്റ്റാഫ് സാലറീസ്, ഒബ്സോളസൻസ് ആൻഡ് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽസ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ഹോൾഡിംഗ് ഓർ ക്യാരിയിങ് കോസ്റ്റുകളായിട്ട് വരുന്നത്. ദീസ് ഇൻക്ലൂഡ് റെൻറ്റ് ആൻഡ് ഇൻഷുറൻസ് ഓഫ് സ്റ്റോഴ്സ്, സ്റ്റോറുകളുടെ റെൻറ്റ് ആൻഡ് ഇൻഷുറൻസ്, അതായത് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഗോഡൗണുകൾക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫെസിലിറ്റികൾക്കോ റെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനും അതിൻ്റെ ഇൻഷുറൻസിന് വേണ്ടി വരുന്ന കോസ്റ്റ്. പിന്നെ ക്ലറിക്കൽ കോസ്റ്റുകൾ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ലോക്ക്ഡ് അപ്പ് ഇൻ സ്റ്റോർ, സ്റ്റോർസ് സ്റ്റാഫ് സാലറി, സ്റ്റോറുകൾക്ക് സ്റ്റോർ കീപ്പർമാർക്കും അവർക്കും പ്രൊവൈഡ് ചെയ്യേണ്ട സ്റ്റാഫ് സാലറി, ഒബ്സോളസൻസ് ആൻഡ് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽസ്, ഒബ്സോളസൻസ് എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ, അതുപോലെ മെറ്റീരിയൽസ് വേസ്റ്റേജ് ആകുന്നത്, ഇതൊക്കെയാണ് ഓർഡറിങ് ക്വാണ്ടിറ്റിയിൽ ക്യാരിയിങ് ഇൻവെൻ്ററികളിൽ പ്രധാനമായിട്ടും വരുന്ന കോസ്റ്റുകൾ എന്ന് പറയുന്നത്, ക്യാരിയിങ് കോസ്റ്റുകളായിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടുള്ള ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും. അപ്പോൾ ഇതിൽ എന്തൊക്കെ പ്രധാനമായിട്ട് വരുന്നത്? ഇൻഷുറൻസ് ഓഫ് സ്റ്റോഴ്സ്, ക്ലറിക്കൽ കോസ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ലോക്ക്ഡ് അപ്പ് ഇൻ സ്റ്റോർ, സ്റ്റോഴ്സ് ഓഫ് സ്റ്റാഫ് സാലറീസ്, ഒബ്സോളസൻസ് ആൻഡ് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽസ്. പക്ഷേ ഓർഡറിങ് കോസ്റ്റുകളും ക്യാരിയിങ് കോസ്റ്റുകളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ബിഹേവ് ചെയ്യുക. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ടാവുക. ഇഫ് ദ ഓർഡറിങ് ക്വാണ്ടിറ്റി ഈസ് ലാർജർ ദ ഓർഡറിങ് കോസ്റ്റ് വിൽ ബി ലോ. ഓർഡറിങ് ക്വാണ്ടിറ്റി ലാർജർ ആണെങ്കിൽ കോസ്റ്റ് എന്ത് ചെയ്യപ്പെടും? ലോ ചെയ്യപ്പെടും. ബിക്കോസ് ഓർഡേഴ്സ് പ്ലേസ്ഡ് ആർ ഫ്യൂ ബട്ട് ദ ക്യാരിയിങ് ഓർ സ്റ്റോറേജ് കോസ്റ്റ് വിൽ ബി ഹൈ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡേഴ്സ് എന്നുള്ളത് പ്ലേസ് ചെയ്യുന്നത് ഫ്യൂ ആവുകയും ക്യാരിയിങ് ഓർ സ്റ്റോറേജ് കോസ്റ്റ് കൂടുകയും ചെയ്യും. ഇഫ് ദ ഓർഡറിങ് ക്വാണ്ടിറ്റി ഈസ് ലെസ്, ഓർഡറിങ് ക്വാണ്ടിറ്റി ലെസ് ആണെങ്കിൽ ദെൻ ദ ഓർഡറിങ് കോസ്റ്റ് വിൽ ബി ഹൈ. ഓർഡറിങ് കോസ്റ്റ് എന്തായി മാറും? ഹൈ ആയിട്ട് മാറും. അപ്പോൾ ക്വാണ്ടിറ്റിയും കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇൻവേഴ്സാണ്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഓർഡറിങ് ക്വാണ്ടിറ്റി കൂടുമ്പോൾ ഓർഡറിങ് കോസ്റ്റ് എന്നുള്ളത് എന്തായി മാറും? ലോ ചെയ്യപ്പെടും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ ഓർഡേഴ്സ് എന്നുള്ളത് പ്ലേസ് ചെയ്യുന്നത് വളരെ ഫ്യൂ ആവുകയും ക്യാരിയിങ് ഓർ സ്റ്റോറേജ് കോസ്റ്റ് കൂടുകയും ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് പറയുന്നത്? ഓർഡറിങ് കോസ്റ്റ് ക്വാണ്ടിറ്റി ലാർജർ ആകുമ്പോൾ കോസ്റ്റ് കുറയുന്നു എന്ന് പറയുന്നത്, ഓർഡറിങ് കോസ്റ്റ് കുറയുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം. അതുപോലെ തന്നെ ഇഫ് ദ ഓർഡറിങ് ക്വാണ്ടിറ്റി ലെസ് ആണെന്നെങ്കിൽ ഓർഡറിങ് കോസ്റ്റ് വിൽ ബി ഹൈ. ദിസ് ഈസ് ബിക്കോസ് മോർ നമ്പർ ഓഫ് ഓർഡേഴ്സ് ഹാവ് ടു ബി പ്ലേസ്ഡ്. മോർ നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നുണ്ട് ബട്ട് ക്യാരിയിങ് കോസ്റ്റ് വിൽ ബി ലെസ്. അപ്പോൾ ഓർഡറിങ് ക്വാണ്ടിറ്റിയും ക്യാരിയിങ് കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നുള്ളത് എങ്ങനെയാണ്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. ദെർഫോർ ദ ഓർഡറിങ് ക്വാണ്ടിറ്റി ഷുഡ് ബി ഫിക്സഡ് അറ്റ് ദാറ്റ് ലെവൽ വേർ ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി ഈസ് ലോവസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി ലോവസ്റ്റ് ആകുന്ന ലെവലിലാണ് ഓർഡറിങ് ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്യുന്നത്. അതായത് ഓർഡറിങ് കോസ്റ്റ് പ്ലസ് ക്യാരിയിങ് കോസ്റ്റാണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി എന്ന് പറയുന്നത്. ദിസ് ഈസ് പോസിബിൾ വെൻ ദ ഓർഡറിങ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ക്യാരിയിങ് ഓർ സ്റ്റോറേജ് കോസ്റ്റ്. ഓർഡറിങ് കോസ്റ്റ് ക്യാരിയിങ് കോസ്റ്റിനോടോ സ്റ്റോറേജ് കോസ്റ്റിനോടോ ഈക്വൽ ആകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഓർഡറിങ് ക്വാണ്ടിറ്റി എന്നുള്ളത് ഫിക്സഡ് ആയിട്ട് മാറുന്നത്. ഓർഡറിങ് ക്വാണ്ടിറ്റി ഫിക്സഡ് ആയിട്ട് മാറുന്നത് വെൻ ദർ ഈസ് ഓർഡറിങ് കോസ്റ്റ് പ്ലസ് ക്യാരിയിങ് കോസ്റ്റ്. അതായത് ഓർഡറിങ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ക്യാരിയിങ് ഓർ സ്റ്റോറേജ് കോസ്റ്റ്. ഓർഡറിങ് കോസ്റ്റ് ക്യാരിയിങ് ഓർ സ്റ്റോറേജ് കോസ്റ്റിന് ഈക്വൽ ആകുമ്പോൾ. ദസ് EOQ ഈസ് ദാറ്റ് ക്വാണ്ടിറ്റി അറ്റ് വിച്ച് ദ ടോട്ടൽ ഇൻവെൻ്ററി കോസ്റ്റ് ഈസ് മിനിമം. ടോട്ടൽ ഇൻവെൻ്ററി കോസ്റ്റ് മിനിമം ആകുന്ന ക്വാണ്ടിറ്റിയാണ് നമ്മൾ EOQ എന്ന് പറയുന്നത്. അതായത് ഓർഡറിങ് കോസ്റ്റ് പ്ലസ് ക്യാരിയിങ് കോസ്റ്റിനെയാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി എന്ന് പറയുന്നത്. അത് മിനിമം ആകുന്ന ക്വാണ്ടിറ്റിയാണ് നമ്മൾ EOQ എന്ന് പറയുന്നത്. സോ EOQയിലെ പ്രധാനപ്പെട്ട കംപ്രൈസസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും. ഓർഡറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് വിച്ച് ആർ റിലേറ്റിംഗ് ടു പർച്ചേസിംഗ് ആൻഡ് പ്ലേസിംഗ് ആൻ ഓർഡർ, അതിനെയാണ് ബൈയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ഓർ ക്യാരിയിങ് ദ ഇൻവെൻ്ററീസ്. സോ EOQ ഈസ് ദ ക്വാണ്ടിറ്റി അറ്റ് വിച്ച് ടോട്ടൽ ഇൻവെൻ്ററി കോസ്റ്റ് ഈസ് മിനിമം. ടോട്ടൽ ഇൻവെൻ്ററി കോസ്റ്റ് മിനിമം ആകുന്ന ക്വാണ്ടിറ്റിയാണ് നമ്മൾ EOQ എന്ന് പറയുന്നത്. EOQ എന്നുള്ള മോഡൽ പ്രപ്പോസ് ചെയ്തത് ഹാരിസ് എന്നുള്ള വ്യക്തിയാണ്. 1915 ഹാരിസ് എന്നുള്ളൊരു വ്യക്തിയാണത് പ്രപ്പോസ് ചെയ്തത്. ഇറ്റ് വാസ് ഫർദർ ഡെവലപ്ഡ് ബൈ വിൽസൺ ഇൻ 1928. 1928 വിൽസൺ എന്നുള്ള വ്യക്തി വീണ്ടും ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ EOQ മോഡലിന് വിൽസൺസ് ലോട്ട് സൈസ് ഫോർമുല എന്നും അറിയപ്പെടും. അപ്പോൾ EOQ മോഡലിന് തന്നെ മറ്റൊരു രീതിയിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് വിൽസൺസ് ലോട്ട് സൈസ് ഫോർമുല എന്നും പറയാം. ഇനി അസംഷൻസ് ഓഫ് EOQൻ്റെ അസംഷൻസ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഡിമാൻഡ് ഫോർ ദ മെറ്റീരിയൽ ഈസ് എക്സാക്ട്ലി നോൺ. മെറ്റീരിയലിൻ്റെ ഡിമാൻഡ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയപ്പെടുന്നുണ്ട്. കൺസംഷൻ റേറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. കൺസംഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ
ഡിമാൻഡ് ഫോർ മെറ്റീരിയൽ പറഞ്ഞാൽ കൺസംഷൻ എന്താണ് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. കൺസംഷൻ റേറ്റ് എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പർച്ചേസ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ പെർ യൂണിറ്റ് ഈസ് ഫിക്സഡ്. ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ പെർ യൂണിറ്റിലുള്ള പർച്ചേസ് പ്രൈസ് എന്നുള്ളത് ഫിക്സഡ് ആയിരിക്കും. പിന്നെ ക്യാരിയിങ് കോസ്റ്റ് ഓർ സ്റ്റോറേജ് കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഫിക്സഡ്. പെർ യൂണിറ്റിലുള്ള ക്യാരിയിങ് കോസ്റ്റും സ്റ്റോറേജ് കോസ്റ്റും ഫിക്സഡ് ആയിരിക്കും. ദ ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ ഈസ് ഫിക്സഡ്. ഒരു ഓർഡറിൻ്റെ മുകളിലുള്ള ഓർഡറിംഗ് കോസ്റ്റ് എന്നുള്ളത് എപ്പോഴും എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഓർഡേർഡ് ഈസ് റിസീവ്ഡ് ഇമ്മീഡിയറ്റ്ലി. ഓർഡർ ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് എന്നുള്ളത് ഇമ്മീഡിയറ്റ് ആയിട്ട് റിസീവ് ചെയ്യും. ദാറ്റ് മീൻസ് ലീഡ് ടൈം ഈസ് 0. ദീസ് ആർ ദ അസംഷൻസ് ഓഫ് EOQ. EOQ മോഡലിൻ്റെ പ്രധാനപ്പെട്ട അസംഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഡിമാൻഡ് ഫോർ ദ മെറ്റീരിയൽ ഈസ് എക്സാക്ട്ലി നോൺ. മെറ്റീരിയലിൻ്റെ ഡിമാൻഡ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ കഴിയും. കൺസംഷൻ റേറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. കൺസംഷൻ റേറ്റ് എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പർച്ചേസ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ പെർ യൂണിറ്റ് ഈസ് ഫിക്സഡ്. ഒരു യൂണിറ്റ് മെറ്റീരിയലിൻ്റെ പർച്ചേസ് പ്രൈസ് എന്നുള്ളത് ഫിക്സഡ് ആയിരിക്കും. ക്യാരിയിങ് കോസ്റ്റ് ഓർ സ്റ്റോറേജ് കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഫിക്സഡ്. പെർ യൂണിറ്റിൻ്റെ മുകളിലുള്ള ക്യാരിയിങ് കോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റോറേജ് കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ ഈസ് ഫിക്സഡ്. ഒരു ഓർഡറിൻ്റെ മുകളിലുള്ള ഓർഡറിംഗ് കോസ്റ്റ് എന്നുള്ളതും ഫിക്സഡ് ആയിരിക്കും. ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഓർഡേർഡ് ഈസ് റിസീവ്ഡ് ഇമ്മീഡിയറ്റ്ലി. ഓർഡർ ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ഇമ്മീഡിയറ്റ് ആയിട്ട് റിസീവ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് EOQ കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രധാനമായിട്ടും 4 അപ്രോച്ചസ് ഉള്ളത്. ഒന്ന് ആൾജിബ്രായിക് അപ്രോച്ച്, പിന്നെ ഗ്രാഫിക്കൽ മെത്തേഡ്, ടാബുലർ മെത്തേഡ്, കോസ്റ്റ് കമ്പാരിസൺ മെത്തേഡ് എന്ന് പറയുന്നത്. അങ്ങനെ 4 രീതിയിലാണ് EOQ കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ ആൾജിബ്രായിക് മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പർച്ചേസ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ ഡസ് നോട്ട് ഫ്ലക്ച്വേറ്റ് ഫ്രം വൺ ഓർഡർ സൈസ് ടു അനദർ. ഈ മെത്തേഡ് യൂസ്ഫുൾ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ പർച്ചേസ് പ്രൈസ് ഓഫ് മെറ്റീരിയലിൻ്റെ പർച്ചേസ് പ്രൈസ് എന്നുള്ളത് ഒരു ഓർഡർ സൈസിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്യാതെ വരുമ്പോഴാണ് ഈ മെത്തേഡ് യൂസ്ഫുൾ ആയിട്ട് മാറുന്നത്. അതായത് ദിസ് മെത്തേഡ് ഈസ് വെരി യൂസ്ഫുൾ ഇഫ് ദ പർച്ചേസ് പ്രൈസ് ഓഫ് മെറ്റീരിയലിൻ്റെ പർച്ചേസ് പ്രൈസ് എന്നുള്ളത് ഡസ് നോട്ട് ഫ്ലക്ച്വേറ്റ് ഫ്രം വൺ ഓർഡർ സൈസ് ടു അനദർ. ഒരു ഓർഡർ സൈസിൽ നിന്നും മറ്റൊരു ഓർഡർ സൈസിലേക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്യാതെ വരുമ്പോഴാണ് ഈ മെത്തേഡ് യൂസ്ഫുൾ ആയിട്ട് മാറുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് EOQ ഈസ് കമ്പ്യൂട്ടഡ് ബൈ യൂസിങ് ദ ഫോളോയിങ് ഫോർമുല. EOQ കമ്പ്യൂട്ട് ചെയ്യുന്നത് താഴെ പറയുന്ന ഫോർമുല ഉപയോഗിച്ചിട്ടാണ്. EOQ ഈസ് ഈക്വൽ ടു √2CO ഡിവൈഡഡ് ബൈ I. C എന്ന് പറഞ്ഞാൽ ആനുവൽ കൺസംഷൻ ഓർ യൂസേജ് ഓഫ് മെറ്റീരിയൽസിൻ്റെ ആനുവൽ കൺസംഷൻ അല്ലെങ്കിൽ യൂസേജിനെയാണ് C എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. O എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്ലേസിങ് എൻ ഓർഡർ. ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ്. I എന്ന് പറഞ്ഞാൽ ആനുവൽ ക്യാരിയിങ് ഓർ സ്റ്റോറേജ് കോസ്റ്റ് പെർ യൂണിറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ആൻസർ കണ്ടെത്താൻ കഴിയും. If in a question requirement of material is given as weekly, monthly or half yearly, it should be converted into annual requirement. Weekly ആയിട്ട് monthly ആയിട്ടോ half yearly ആയിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ ആനുവൽ റിക്വയർമെൻറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. If the carrying or storage cost is given as percentage of average stock per unit per year, calculate the carrying cost by multiplying the percentage with the purchase price of material per unit. അതായത് ക്യാരിയിങ് ഓർ സ്റ്റോറേജ് കോസ്റ്റ് എന്നാണ് നൽകിയിരിക്കുന്നത് പെർസെൻറ്റേജ് ഓഫ് ആവറേജ് സ്റ്റോക്ക് പ്രൈസ് പെർ യൂണിറ്റ്. അതായത് ഒരു ഇയറിലുള്ള ആവറേജ് സ്റ്റോക്ക് പ്രൈസ് പെർ യൂണിറ്റിൻ്റെ പെർസെൻറ്റേജ് ആയിട്ടാണ് ക്യാരിയിങ് ഓർ സ്റ്റോറേജ് കോസ്റ്റ് നൽകിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈയിങ് ദ പെർസെൻറ്റേജ് വിത്ത് പർച്ചേസ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ പെർ യൂണിറ്റിൻ്റെ പർച്ചേസ് പ്രൈസ് കൊണ്ട് നമ്മളതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. If in question the number of orders to be placed in a year is also asked to be found out, it can be calculated by dividing the annual requirement by material by the EOQ. ആനുവൽ റിക്വയർമെൻറ്റിനെ ആനുവൽ റിക്വയർമെൻറ്റ് ഓഫ് മെറ്റീരിയലിനെ EOQ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് ഇൻ എ ഇയർ. ഒരു വർഷത്തിൽ പ്ലേസ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ഓർഡേഴ്സ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൂടി അതിൽ നോട്ട് ചെയ്ത് വെക്കണം. ഇഫ് ഇൻ ക്വസ്റ്റ്യൻ ദ നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് ഇൻ എ ഇയർ ഈസ് ആൾസോ ആസ്ക്ഡ് ടു ബി ഫൗണ്ട് ഔട്ട്. ഒരു ഇയറിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഇയറിൽ പ്ലേസ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ഓർഡേഴ്സ് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആനുവൽ റിക്വയർമെൻറ്റ് ഓഫ് മെറ്റീരിയലിനെ EOQ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ഓർഡേഴ്സ് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് EOQ എന്ന് പറയുന്നത്. അപ്പോൾ EOQ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരുന്നത്? ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി മിനിമം ആകുന്ന അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി മിനിമം അല്ലെങ്കിൽ ടോട്ടൽ ഇൻവെൻ്ററി കോസ്റ്റ് എന്നുള്ള മിനിമം ആകുന്ന ക്വാണ്ടിറ്റിയാണ് നമ്മൾ EOQ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ EOQയിൽ 2 തരത്തിലുള്ള കോസ്റ്റുകളുടെ ടോട്ടൽ കോസ്റ്റ് ഇൻവെൻ്ററി എന്ന് പറയുന്നത് 2 തരത്തിൽ വരുന്നുണ്ട്. ഒന്ന് ഓർഡറിംഗ് കോസ്റ്റും പിന്നെ ഒന്ന് ക്യാരിയിങ് കോസ്റ്റും. ഈ രണ്ടും എന്തായി വരുമ്പോഴാണ് ഈ ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും ഈക്വലായി വരുന്ന സമയത്ത് എന്തുവരും? ഓർഡറിംഗ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ക്യാരിയിങ് കോസ്റ്റ് ആവുന്ന സമയത്ത് ഫിക്സഡ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി ആയിട്ട് മാറും. ഒക്കെയാണ് EOQനെ കുറിച്ചിട്ട് പറയുന്നത്.
ഇത് ഡെവലപ്പ് ചെയ്തത് ഹാരിസ് എന്നുള്ള വ്യക്തിയാണ് 1915 ഇത് പിന്നീട് വിൽസൺ ലോട്ട് സൈസ് ഫോർമുല എന്നും പിന്നീട് അറിയപ്പെടുന്നുണ്ട്. ഇത്രയാണ് ഭാഗത്തിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. എല്ലാവരും ഈ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.